ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എന്താ പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളതാണ്. അതായത് എനിക്ക് സാലറി ഉണ്ട്, സിബിൽ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ഓഫ് വന്നിട്ടുണ്ട്, ലോൺ കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരു 10-700 പരം ആൾക്കാര് എന്നോട് ഇങ്ങനെ പല രീതിയിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും എന്താ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് NBFCയിൽ നിന്നോ ഒന്നും ലോൺ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, പല NBFCകളും അല്ലെങ്കിൽ പല ബാങ്കുകളും പല രീതിയിലാണ് അവരുടെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ ഇതൊന്നും നോക്കാതെ നമ്മൾ എന്താ പറയുന്നത്, വലിയ സ്പീഡിന് അല്ലെങ്കിൽ ചടപട ഒന്നും നോക്കാതെ നമ്മൾ ലോഗിൻ ചെയ്തു, നമ്മുടെ സിബിലും ഏറ്റക്കുറച്ചിൽ വരും, നമുക്ക് ലോണും കിട്ടത്തില്ല. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. അപ്പൊ നിങ്ങളൊരു സാലറി ഉള്ള ആളാണ്, ഒരു മിനിമം സാലറി 13,500 രൂപ, ഇതല്ല നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഇത് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, മിനിമം ഒരു 13,500 രൂപ ബാങ്ക് വഴി നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ആളാണ്, ഒരു 600 സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി വ്യൂവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മണി വ്യൂ സാലറി ഉള്ളവർക്ക് മാത്രമല്ല, സാലറി ഇല്ലാത്തവർക്കും സെൽഫ് എംപ്ലോയീസിനും ലോൺ കൊടുക്കുന്നുണ്ട്. 21 വയസ്സ് മുതൽ 57 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ നിന്ന് ലോൺ കൊടുക്കുന്നുണ്ട്. പ്രീവിയസ് ഏതെങ്കിലും EMIയിൽ 15 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഡ്യൂ വരികയാണെങ്കിൽ ഇവർ ചെയ്യില്ല. സിബിലൊക്കെ ഓക്കെ, ചെറിയ സിബിലാണ് അവർ ചെയ്യുന്നത്, പക്ഷെ 15 ദിവസത്തിൽ കൂടുതൽ ഡ്യൂ വന്നാൽ അവർ ചെയ്യില്ല. പിന്നെ സെറ്റിൽമെന്റ് കേസ്, ഇപ്പോൾ സെറ്റിൽമെന്റ് നടത്തി 6-7 വർഷം കഴിഞ്ഞവർക്കൊന്നും ഇപ്പോൾ ലോൺ കിട്ടുന്നില്ല. ഒരുപാട് പേർക്ക്, 90 പേര് അല്ലെങ്കിൽ 100 പേര് അപ്ലൈ ചെയ്താൽ അതിൽ ഏകദേശം ഒരു 50 പേർക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ അവര് സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷവും 5 വർഷവും ഒക്കെ ആകും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, സെറ്റിൽമെന്റ് ഉള്ള ടീമിന് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ ഒരു പേടിയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു റൂൾസ്, മണി വ്യൂവിന്റെ റൂൾസ് എന്ന് വെച്ചാല്, നോ സെറ്റിൽമെന്റ്സ് റൈറ്റ് ഓഫ് ഇൻ 36 ലാസ്റ്റ് 36 മാസത്തിനുള്ളിൽ. അതിന് മുമ്പ് പോട്ടെ, 3 വർഷത്തിന് മുന്നേ, ഇപ്പൊ നിങ്ങൾക്ക് 4 വർഷം മുമ്പേ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. പക്ഷെ ഈ ലാസ്റ്റ് 36 മാസത്തിൽ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യില്ല. ഓക്കെ, അതിന് മുന്നേ ആയിരിക്കണം സെറ്റിൽമെന്റ്. ഞാൻ നോക്കുമ്പോൾ വളരെ ഈസി എലിജിബിലിറ്റിയാണ് മണി വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് മണി വ്യൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണ്. ഞാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ ഏറ്റവും കുറഞ്ഞ എലിജിബിലിറ്റിയിൽ മറ്റ് NBFC എല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു സിബിൽ സ്കോറിലും കുറച്ച് എന്താ പറയുന്ന വൃത്തിക്കും ലോൺ കൊടുക്കുന്നത് മണി വ്യൂ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ മണി വ്യൂവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്കറിയാവുന്ന ഒരു ഓപ്ഷനാണ് ഇൻക്രെഡ് എന്ന് പറയുന്നത്. അതായത് മിനിമം സാലറി 15,000 രൂപ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ഒരു 12 മാസത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററി മാത്രമേ നോക്കിയുള്ളൂ. ലാസ്റ്റ് 12 മാസത്തെ, ലാസ്റ്റ് ഒരു വർഷത്തെ. അതിന് മുന്നേ നിങ്ങൾ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾ എന്താ പറയുന്നത് പെട്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സിബിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ആളായാലും കുഴപ്പമില്ല, ലാസ്റ്റ് 12 മാസത്തെ ഹിസ്റ്ററി അവർ നോക്കിയേ ഉള്ളൂ. ക്രെഡിറ്റ് സ്കോർ 650 ആയിരിക്കണം. ഓക്കെ, പിന്നെ അവർക്കൊരു ലിമിറ്റഡ് പിൻകോഡ്സിലെ അവർ ചെയ്യുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇൻക്രെഡും മണി വ്യൂവും ഈ സിബിൽ കുറഞ്ഞവർക്കും തീരെ ചെറിയ, അതായത് ലോ എന്താ പറയുന്ന ഒരു ലോ ഇൻകം ഉള്ള ആൾക്കാർക്കും ഈ രണ്ട് ഓപ്ഷനാണ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നമ്മളെ തംബ്നെയിലിൽ കൊടുത്ത പോലെ നമ്മളെ എല്ലാവരെയും പെടുത്തുന്ന സിബിലായാലും പിന്നെ അതുപോലെ നമ്മുടെ പൈസയും പോകുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തരം RBI അപ്രൂവ്ഡ് ഉള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, NBFC കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കൊരു ലോൺ തരും, ഒരു 525 സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ മോശമില്ലാത്ത രീതിയിൽ ഇവർ എമൗണ്ട് തരും. എനിക്ക് തോന്നുന്നു ട്രൂ ബാലൻസ് പോലെ കുറച്ച് കൂടുതൽ എമൗണ്ട് തരുന്ന NBFC ഇവരാണ്. പക്ഷേ ഇത് എടുക്കുകയാണെങ്കിൽ ഒരു 100-ൽ 90% പേർ ഒന്നുകിൽ സിബിൽ സ്കോർ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ അടച്ച് നിങ്ങളുടെ ഊപ്പാട് വരും, അതായത് പൈസ പോകും. അത് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അപ്പോൾ ഞാൻ പേറുപ്പിക്കിൽ നിന്ന് ഏകദേശം 26,000 രൂപ അപ്രൂവൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ നോക്കി, എടുത്തു. എനിക്ക് ക്രെഡിറ്റ് ആയ തുക 19,500 രൂപയാണ്. ഏകദേശം 27,000 രൂപ വരെ എനിക്ക് തിരിച്ചടക്കേണ്ടി വരും. അതും 2 മാസത്തെ EMI. ഇതിലാണ് നമ്മൾ സിവിൽ പോകുന്നത്. നമ്മൾ വിചാരിക്കും 26,000 രൂപയല്ലേ, 2 മാസം കൊണ്ട് അടയ്ക്കാൻ പറ്റും. ഇവിടെ 20,000 രൂപ ഒരു വർഷത്തിൽ പോലും അടച്ചു തീരുന്നില്ല. അതാണ് അവരുടെ ട്രിക്ക്. ഈ 2 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 14,000 ഓരോ മാസത്തിൽ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് സിവില് എന്താ നമ്മുടെ പോകുന്നത്. കാരണം ഇത്രയും പൈസ അറേഞ്ച് ചെയ്ത് വരാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്.
പൈസ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇത് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു വിഷമം കാണും. മാക്സിമം എന്താ പറയുക, ഒരുപാട് പേരെടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു, എനിക്കിത് അടയ്ക്കാൻ പറ്റുന്നില്ല സാറേ, കാരണം ഇത്ര എമൗണ്ട് വരുന്നുണ്ട്, അവർ അധികം EMI ഒന്നും തരുന്നില്ല, ബ്ലേഡ് ആണ്. അപ്പൊ അത് ഞാനും ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കേസിലും പിന്നെ ഞാനും അടച്ചത് കടം മേടിച്ചു, മറ്റുള്ളവരിൽ നിന്ന് 2-3 പേരിൽ നിന്ന് കടം മേടിച്ച് ചെയ്യാൻ ടൈറ്റ് വന്നപ്പോൾ അടച്ചത്. ഉറപ്പായും ഇതിന് എടുക്കുകയാണെങ്കിൽ 90% പേരുടെ EMI പൊട്ടിപ്പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ആപ്പിൽ നിന്ന് പേറുപ്പിക്കാൻ, നമുക്ക് ആപ്പിന്റെ പേരറിയാം, പേറുപ്പിക്കാൻ എന്നാണ് ആപ്പിന്റെ പേര്. ആ ആപ്പിൽ നിന്നും നിങ്ങൾ ദയവ് ചെയ്ത് ലോൺ എടുക്കരുത്. എന്തെങ്കിലും അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായാലും എന്ത് തന്നെയായാലും നിങ്ങൾ അതിൽ നിന്ന് ലോൺ എടുക്കുക. നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിൽ നമുക്കൊരു ലോണും കിട്ടത്തില്ല. അതൊക്കെയാണ് ബുദ്ധിമുട്ട്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ വാഹനമായാലും പ്രൈവറ്റ് വാഹനമായാലും ബൈക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായാലും നമുക്ക് ലോൺ കിട്ടത്തില്ല. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യരെ കൊല്ലുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ കാര്യം പറയാനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്ക് ചെയ്തത്. ഒരു കാരണം സിബിൽ കുറവായാലും ഒരു ലോൺ തരും. പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു പേറുപ്പിക്കുന്ന ആപ്പ് മനസ്സിൽ വെക്കുക. അതിൽ നിന്ന് പൈസ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ കൊല കൊല്ലുന്ന ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക, നിങ്ങൾ ഇതിൽ ചാറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എനിക്ക് എടുക്കാൻ ചില സമയത്ത് പറ്റില്ല, ചില സമയത്ത് നല്ല മിക്ക സമയത്തും പറ്റില്ല. നിങ്ങൾ വാട്സപ്പ് ചെയ്യണമെങ്കിൽ അത് ഞാൻ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഞാൻ തീർച്ചയായിട്ടും തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.